SFA അഖിലേന്ത്യാ സെവൻസ് ഫുട്ബോൾ ടൂർണമെൻറ്റ് നടക്കുന്ന കൂരിയാട് ഫൂബ സോക്കർ അറീന സ്റ്റേഡിയത്തിൻ്റെ വർക്കുകൾ എല്ലാം പൂർത്തീകരിച്ച് കഴിഞ്ഞു. കളിക്കളത്തിനൊരുങ്ങി സജ്ജമായി കഴിഞ്ഞു ഫൂബ സോക്കർ അറീന. അപ്പോൾ ഇത് നമ്മൾ പൂർത്തീകരിച്ച കാഴ്ചകളൊക്കെ ഒന്ന് നമുക്ക് കണ്ടു നോക്കാം. ടിക്കറ്റ് കൗണ്ടറുകൾ, റെസ്റ്റിംഗ് റൂമുകൾ, ടിക്കറ്റ് കൗണ്ടറുകൾ, കമാനങ്ങൾ പൂർത്തീകരിച്ച് കഴിഞ്ഞു. നമ്മൾ ഗ്രൗണ്ടിലെത്തി. അപ്പോൾ നമുക്ക് ഗാലറി ഒക്കെ ഒന്ന് കാണാം. ഇവിടെ നമ്മൾ നോക്കൂ, ഗാലറി 8 സ്റ്റെപ്പ് ഗാലറികളുടെ പണികൾ പൂർത്തീകരിച്ച് കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഷീറ്റുകൾ, സൈഡിലുള്ള ഷീറ്റുകളുടെ പണികളും കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. മാത്രമല്ല ബാരിക്കേഡിൻ്റെ പണികൾ ചുറ്റിലും പൂർത്തീകരിച്ച് കഴിഞ്ഞുള്ള പോസ്റ്റ് തയ്യാറായി കഴിഞ്ഞു. അങ്ങനെ ഗാലറിയുടെ വർക്ക് പറഞ്ഞതുപോലെ 8 സ്റ്റെപ്പാണ്, അതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുപോലെ ഫെഡ് ലൈറ്റ് ഇരുവശത്തും ഗാലറിൻ്റെ പുറകുവശത്തായതുകൊണ്ട് തന്നെ നമുക്ക് ഗ്രൗണ്ടിലെ ഒരു പ്രയാസമുണ്ട്. ഗ്രൗണ്ടിൻ്റെ ചാരിയിട്ടല്ല ഇവിടെ ഫെഡ് ലൈറ്റ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഗാലറിക്ക് പുറത്തായതുകൊണ്ട് തന്നെ വളരെ സൗകര്യത്തോടു കൂടി കാണികൾക്ക് വളരെ സൗകര്യത്തോடு തന്നെ കാണാൻ പറ്റും. അങ്ങനെയൊക്കെയാണ് ഫൂബ സോക്കർ അറീനയുടെ സ്റ്റേഡിയത്തിൻ്റെ ലൈറ്റുകൾ സ്ഥാപിച്ചിട്ടുള്ളത്. അപ്പോൾ ഗ്രൗണ്ടിൻ്റെ അടിഭാഗത്ത് മണ്ണൊക്കെ ഇട്ട് ലെവലാക്കി കഴിഞ്ഞു. ഇനി അപ്പോൾ ഫൂബയിലെ നമ്മൾ ഒരു കമാനത്തിൻ്റെ അവിടെ നിന്ന് ഇങ്ങനെ ഇറങ്ങി മൊത്തത്തിൽ നിങ്ങളെ കാണിക്കാട്ടോ. അപ്പോൾ ചുറ്റിലുമുള്ള ആ കാഴ്ചകളൊക്കെ നമുക്ക് കണ്ടു നോക്കാം. അതുപോലെ പ്രത്യേകിച്ച് എടുത്ത് പറയണമെങ്കിൽ ഈ ലാസ്റ്റ് ഭാഗത്തിൻ്റെ പുറകുവശത്ത് ഏക്കറക്കണക്കിന് വാഹനങ്ങൾക്ക് പാർക്ക് ചെയ്യാനുള്ള സൗകര്യവും ഇവിടെ കമ്മിറ്റി ഒരുക്കിയിട്ടുണ്ട്. ഈ ഭാഗത്ത് ആ ഭാഗം വരെ വാഹന പാർക്കിങ്ങിന് സൗകര്യം സജ്ജമായി. അതിൻ്റെ വർക്കുകൾ പുല്ലൊക്കെ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുന്ന വർക്കുകളൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുപോലെ നമ്മളിനി ആ ഒരു സൈഡിലേക്ക് പോവാം. ഗ്രൗണ്ടിലെത്തിട്ടോ. നമ്മൾ പറഞ്ഞതുപോലെ ഫൂബയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മുടെ ദേശീയപാതക്ക് കൂരിയാട് അണ്ടർപാസും കുളപ്പുറം ഓവർപാസും അതിൻ്റെ മധ്യത്തിൽ വരുന്ന പാടത്തിനോടുള്ള ഈ വയഡക്റ്റ് ബ്രിഡ്ജിനോട് ചാരിയിട്ടാണ് നമ്മുടെ ഈ ഫൂബ സോക്കർ അറീന ഫെഡ് ലൈറ്റ് സ്റ്റേഡിയം ഒരുക്കിയത്. അതുകൊണ്ട് തന്നെ വാഹനങ്ങൾ കടന്നു പോകുമ്പോൾ മനോഹരമായ രാത്രിയുള്ള കാഴ്ചകളും ആ ലൈറ്റുകളൊക്കെ പ്രകാശിച്ചിട്ടുള്ള ഫൂബയുടെ മനോഹര കാഴ്ചകളും നമുക്ക് കാണാൻ പറ്റും. ഗാലറീൻ്റെ മുകളിലേക്കൊന്ന് കയറി വെക്കാം. 8 സ്റ്റെപ്പുള്ള, നമ്മൾ പറഞ്ഞ 8 സ്റ്റെപ്പുള്ള ഗാലറിയുടെ മുകൾ നല്ല രീതിയിൽ തന്നെ നമുക്ക് കാണാൻ പറ്റിയ നല്ല സ്ക്വയറിൽ ഇവിടെ ലെവലാക്കി വളച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ സ്റ്റെപ്പിൻ്റെ മുകളിലെത്തി. അപ്പോൾ സുഹൃത്തുക്കളെ, ഗാലറിയിൽ നിന്നുള്ള ആ ഒരു വ്യൂ, ഇവിടുന്ന് അങ്ങോട്ട് നമ്മൾ പാലത്തിൻ്റെ ആ ഏരിയ നോക്കിങ്ങൾ, അതിൻ്റെ പാലത്തിൻ്റെ പണികളെല്ലാം കഴിഞ്ഞ് അതിൻ്റെ ഗർഡർ മേലത്തെ മെയിൻ സ്ലാബിൻ്റെ വാർപ്പൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അവിടെ ടാറിംഗ് വർക്ക്, അതിലെ ബാരിയറിൻ്റെ ക്രാഷ് ബാരിയറുള്ള കമ്പി സെറ്റ് ചെയ്ത് കാണാം. അപ്പോൾ നല്ലൊരു മനോഹര കാഴ്ച തന്നെയായിരിക്കും ആ വയഡക്റ്റ് പാലത്തിന് മുകളിൽ നിന്നും ഈ ഫൂബയുടെ കാഴ്ച കേട്ടോ. അപ്പോൾ പറഞ്ഞതുപോലെ 8 സ്റ്റെപ്പ് ചുറ്റിലും പണികൾ, ഏകദേശം 4000-ലേറെ 5000-4000 ഇടയ്ക്ക് ആളുകൾ ഇരിക്കാൻ പറ്റിയ സൗകര്യത്തോടു കൂടി തന്നെയാണ് ഗാലറികളൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത്. അതുപോലെ ലൈറ്റ് നമ്മൾ പറഞ്ഞതുപോലെ ഉണ്ടല്ലേ, ഗാലറിക്ക് പുറത്താകുമ്പോൾ തന്നെ ഇരുവശത്തും ഗാലറി പുറത്തായതുകൊണ്ട് തന്നെ ആളുകൾക്ക് ആ മുന്നിൽ ഉണ്ടാവേണ്ട ഒരു തടസ്സം ഇല്ലാതെ കിട്ടും. നല്ല ക്ലിയർ ലൈറ്റോട് കൂടി തന്നെ 2 വശത്തും തന്നെ പണികൾ പൂർത്തീകരിച്ച് കഴിഞ്ഞ കാഴ്ചയൊക്കെയാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ അഖിലേന്ത്യയിലെ പ്രമുഖ ടീമുകളായ സൂപ്പർ സ്റ്റുഡിയോ മലപ്പുറം, അൽമദീന ചെറുപ്പുളശ്ശേരി, KMG മാവൂര്, ലിൻഷ മെഡിക്കൽ മണ്ണാർക്കാട്, സബാൻ കോട്ടക്കൽ, റിയൽ FC തെന്നല, KRS കോഴിക്കോട്, ഉഷ FC തൃശ്ശൂർ, ഉദയ പറമ്പിൽ പീടിക, പടന, അങ്ങനെ അഖിലേന്ത്യയിൽ തന്നെ പ്രമുഖ 20ഓളം ടീമുകളാണ് മാറ്റൊരുക്കുന്നത്. അപ്പോൾ പറഞ്ഞതുപോലെ തുടക്കത്തിൽ നമ്മൾ പറഞ്ഞ പോലെ എല്ലാ വർക്കുകളും കംപ്ലീറ്റ് ചെയ്തു. വാഹന പാർക്കിങ്ങുള്ള സൗകര്യം നമ്മൾ കാണിച്ചു തന്നു. അതുപോലെ ടിക്കറ്റ് കൗണ്ടർ, അനൗൺസ് പോയിൻ്റ്, അങ്ങനെ ഫൂബ സോക്കർ അറീന ഡോട്ട് കപ്പിൻ്റെ ആരവങ്ങൾക്ക് ഇനി വെറും മണിക്കൂറുകൾ മാത്രം. അപ്പോൾ
എല്ലാ ഫുട്ബോൾ പ്രേമികളെയും സോക്കർ കിങ് തിരൂരങ്ങാടിയും കാസ്മ ക്ലബ്ബ് കൂരിയാടും സംയുക്തമായി സംഘടിപ്പിച്ച SFA അഖിലേന്ത്യാ സെവൻസ് ഫുട്ബോൾ ടൂർണമെൻറ്റിൻ്റെ മത്സരം നേരിൽ കാണുന്നതിന് വേണ്ടി എല്ലാ ഫുട്ബോൾ പ്രേമികളെയും സ്വാഗതം ചെയ്യുകയാണ് ഹൂബ സോക്കർ അറീന ഫെഡ്ലൈറ്റ് സ്റ്റേഡിയത്തിലേക്ക്. അതുപോലെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് മ്യൂസിക് മിറാക്കൽ 7 മണിയോടെ ആരംഭിക്കും. ചീഫ് ഗസ്റ്റായിട്ട് മുഹമ്മദ് അർഷാഫും പങ്കെടുക്കും. അതുപോലെ ഇന്നത്തെ ഉദ്ഘാടന മത്സരം സൂപ്പർ സ്റ്റുഡിയോ മലപ്പുറവുമായി വിജയിച്ച ആവേശത്തിൽ ബേസ് പെരുമ്പാവൂർ ടൗൺ ടീം അരീക്കോടുമായി ഏറ്റുമുട്ടും. അപ്പോൾ കൃത്യം 8 മണിക്ക് മുന്നായി എല്ലാവരെയും ഗാലറിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്.